ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. ഞാൻ എല്ലായ്പ്പോഴും എൻ്റെ കൂട്ടുകാരോട് പങ്കുവെക്കുന്ന പോലെ തന്നെ നമ്മുടെ അനുഭവത്തിൽ അല്ലെങ്കിൽ നമ്മുടെ അടുത്തറിയാവുന്ന ആരുടെയെങ്കിലും കാര്യങ്ങൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ അത് സത്യസന്ധമായിട്ട് തോന്നുമ്പോൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയാറ്. അതുപോലെ തന്നെ പീഡനം അനുഭവിക്കുന്ന അമ്മായിയമ്മ ഉണ്ടായിരിക്കാം, പീഡനം അനുഭവിക്കുന്ന മരുമകളുണ്ടായിരിക്കാം, അതുപോലെ പീഡനം അനുഭവിക്കുന്ന ഭർത്താവ് ഉണ്ടായിരിക്കാം, ഭാര്യയും ഉണ്ടായിരിക്കാം, അല്ലേ? അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ഇപ്പം എല്ലാവരും അമ്മായിയമ്മ പോലുള്ളവർ അല്ലെങ്കിൽ എല്ലാവരും മരുമകളുടെ പോര് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പോര് എന്നുള്ളതല്ല കേട്ടോ. അപ്പോൾ ഓരോരുത്തരും നമ്മളോട് പങ്കുവയ്ക്കുന്ന ആ ഒരു വിശേഷമാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. രണ്ട് പുറത്തും ഉണ്ടാവും അല്ലേ കാര്യങ്ങൾ. നമ്മൾ ഒരാൾക്ക് മാത്രമല്ല ദുഃഖം ഉണ്ടാവുള്ളൂ, ഭാര്യയ്ക്ക് മാത്രമല്ല ഭർത്താവിനും ഉണ്ടാവും. അങ്ങനെ അനുഭവിക്കുന്ന ഭർത്താക്കന്മാരും ഉണ്ട് കേട്ടോ ഒരുപാട്. അപ്പോൾ അങ്ങനെ നമ്മൾ പങ്കുവെക്കുന്നത് ഓരോരുത്തരും നമ്മളോട് പങ്കുവെക്കുന്ന അവരുടെ വിശേഷം അല്ലെങ്കിൽ അവരുടെ ദുഃഖങ്ങൾ. അപ്പോൾ അത് നമുക്ക് ശരിയാണ് അല്ലെങ്കിൽ നമുക്ക് അടുത്തറിയാവുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ ഇന്ന് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിത സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു ഭർത്താവിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ കാഞ്ചനക്കൂട്ടിൽ, അതായത് സ്വർണ്ണക്കൂട്ടിലടക്കിയ തത്തെ പോലെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാലും ബന്ധനം തന്നെയാണ് അല്ലേ. ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് നമുക്ക് ഭക്ഷണത്തിൽ സ്വാതന്ത്ര്യം വേണം, നമുക്ക് നടക്കുന്നതിന് സ്വാതന്ത്ര്യം വേണം, സംസാരിക്കുന്നതിന് സ്വാതന്ത്ര്യം വേണം. ഇതൊന്നും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു വ്യക്തിയായിട്ട് നമ്മൾ ജീവിക്കുന്നതിന് എന്താ പറയുക, ഒരു ഉപകാരമില്ല അല്ലേ. ഉപകാരമില്ല എന്നല്ല, ആ ഒരു വ്യക്തിത്വത്തിന് ഒരു കാര്യമില്ല അല്ലേ. നമ്മൾ ഒരു പ്രസക്തി ഇല്ല നമ്മുടെ ജീവിതത്തിൽ അല്ലേ. അപ്പോൾ നമുക്ക് ഭാര്യ ഭർത്താവിനെയും സ്നേഹിക്കണം, ഭർത്താവ് ഭാര്യനെയും സ്നേഹിക്കണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസത്തോടു കൂടി അവർ ഒത്തൊരുമിച്ചാൽ മാത്രമാണ് ഒരു കുടുംബം സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും മക്കളെ വളർത്താനും അല്ലെങ്കിൽ മക്കളെ നേർവഴിക്ക് നടത്താനും നമ്മളെ കണ്ടിട്ട് വേണം നമ്മുടെ മക്കൾ വളരാനും. അപ്പോൾ നമ്മളെന്നും അടിമിടിയും കുത്തും ആണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് വളരുന്ന മക്കൾ ചിലവർ നന്നാവുന്നവരുണ്ട് കേട്ടോ. പക്ഷെ ചിലവർ അതിന് അതിഭീകരമായി മാറുന്നവരുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് മാനസികമായിട്ട് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. കാരണം മനസ്സുകൊണ്ട് അവരിതെല്ലാം കണ്ട് അവർക്ക് മടുത്ത ഒരു മനസ്സാണ്. അപ്പോൾ ജീവിതത്തിൽ അവർക്ക് സ്വയം സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ പല വ്യക്തികളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഭാര്യമാരാൽ പീഡനം അനുഭവിക്കുന്ന ഭർത്താക്കന്മാരെ കണ്ടിട്ടുണ്ട്, ഭർത്താക്കന്മാരാൽ പീഡനം അനുഭവിക്കുന്ന ഭാര്യമാരെ കണ്ടിട്ടുണ്ട് അല്ലേ. ഇതെല്ലാം നമ്മുടെ കൺമുന്നിൽ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ മറ്റുള്ളവർക്ക് നമ്മൾ നേരിട്ട് കണ്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന അനുഭവങ്ങളാവുമ്പോൾ അതൊന്ന് പങ്കുവെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് പറയാൻ കാരണം വേറൊന്നല്ല, വളരെ ഉയർന്ന ഉദ്യോഗത്തിലിരിക്കുന്ന ഒരു ഭർത്താവും അതുപോലെ തന്നെ ഉയർന്ന ഉദ്യോഗത്തിലിരിക്കുന്ന ഒരു ഭാര്യയുമാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും കുട്ടികളുണ്ട്. അവർ പുറമേ കാണുമ്പോൾ ഭാര്യയും ഭർത്താവും ജോലിക്കാരാണ്, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടില്ല, മക്കളും നല്ല രീതിയിൽ പഠിക്കുന്നു, എല്ലാം കൊണ്ട് നടക്കുകയാണ് കേട്ടോ. പക്ഷേ ഇവരുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യം പുറത്തൊക്കെ അറിയില്ലല്ലോ. ഭാര്യ ഒന്നും ഒരാളോടും വിട്ടു പറയൂല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു നാണക്കേടല്ലേ. നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ചിന്തിക്കുക അല്ലേ. മറ്റൊരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേട് ഇല്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തും സഹിച്ചും പുറത്തും നമ്മൾ പിടിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ട ഒരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില വീട്ടുകാർ സ്വീകരിക്കുന്നവരുണ്ട്, ചിലവർ നീ എന്തിനാ വന്നത്, നിനക്ക് അവിടെ പിടിച്ച് നിൽക്കായിരുന്നില്ല എന്ന് ചോദിക്കുന്ന അച്ഛനമ്മമാരുണ്ട്. അപ്പം അതും ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് അങ്ങനെ നിൽക്കും. അല്ല വീട്ടുകാർ സ്വീകരിച്ചു, അവർ കുഴപ്പമില്ല, നീ ഒന്നിനും പോകണ്ട, കുഴപ്പമില്ല, ഇവിടെ നിന്നോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടുകാർ നമ്മളതിനെ നിർത്തിക്കഴിഞ്ഞാലും നമ്മുടെ അടുത്തുള്ളവർ ചുറ്റുവട്ടത്തുള്ളവർക്കാ ബുദ്ധിമുട്ട് അല്ലേ. എന്താ മോള് വന്നിട്ട് കുറേ നാളായല്ലോ, എന്താ ഇപ്പോൾ പോണില്ലേ, അല്ലെങ്കിൽ അങ്ങനെ ഇല്ലേ ഇങ്ങനെ ഇല്ലേ എന്നാൽ അവരാണ് നമുക്ക് ചിലവിന് തരുന്ന പോലെയുള്ള വിഷമമാണ് അവർക്ക് അല്ലേ. പക്ഷേ നമ്മുടെ വീട്ടുകാരാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ സ്വയം ജോലിക്ക് പോയിട്ട് നമ്മൾ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, അതൊന്നും അവിടെ പ്രശ്നമല്ല. പക്ഷെ നാട്ടുകാർക്കാണ് ബുദ്ധിമുട്ടുണ്ടാവുക. ഒരു പെൺകുട്ടി ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഉപദ്രവങ്ങൾ അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടിയിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റാണ്ട് വന്നു കഴിഞ്ഞാൽ അയൽപക്കത്തുള്ളവർ ചിലവിന് തരുന്ന പോലെയാണ് അവർക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഇതൊക്കെ പേടിച്ചിട്ടാണ് പെൺകുട്ടികൾ എത്ര ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും, ഇന്നത്തെ കാലത്തെ കുട്ടികളെ കുറിച്ചല്ല ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എത്ര ബുദ്ധിമുട്ടുകളുണ്ടെന്നുണ്ടെങ്കിലും ഭർത്താവിൻ്റെ വീട്ടിൽ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കും. തീരുമാനം പറ്റാതെ വന്നു കഴിഞ്ഞാൽ അവർ ആത്മഹത്യയുടെ വാക്കിലേക്ക് പോവുകയാണ്, ആത്മഹത്യ ചെയ്യാണ്, ജീവിതം അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ചിലവർ കുട്ടികളെയും കൊണ്ട് മരിച്ചു പോകുന്നവരുണ്ട്, ചിലവർ സ്വയം ജീവനെടുക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ മരണം ഒന്നിനും പ്രതിവിധിയല്ല. അപ്പോൾ ഇങ്ങനെയുള്ള നരാധമന്മാർ ഒരുപാട് ഇന്ന് ലോകത്ത് കാണുന്നുണ്ട്. കാഴ്ചയിൽ നമുക്ക് ചക്കയിലല്ലോ
ചൂ നോക്കാമെന്ന് പണ്ടുള്ളവർ പറയുന്നത് പോലെ തന്നെ നമുക്ക് ചൂ നോക്കാനായിട്ട് പറ്റില്ല. ജീവിച്ചു പോകുമ്പോൾ ജീവിക്കുന്ന വ്യക്തിക്ക് മാത്രമാണ് ആ ദുഃഖം ദുരിതം അല്ലെങ്കിൽ ആ അനുഭവങ്ങളും പറയാനായിട്ടും സഹിക്കാനായിട്ടും കഴിയുള്ളൂ അല്ലേ. മറ്റൊരാളോട് ഇത് പങ്കുവെക്കുമ്പോൾ അവർക്കത് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഇതേ അവസ്ഥയിലൂടെ കടന്നു പോയവരോ അല്ലെങ്കിൽ പോകുന്നവരോ ആണെന്നുണ്ടെങ്കിൽ അവർ പിന്നെ ഇത് മനസ്സിലാക്കൂലേ. അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നത് വേറൊന്നല്ല, പുറമേ കാണുമ്പോൾ നല്ല സന്തോഷവും സമാധാനവും സാമ്പത്തികവും ജോലിയും എല്ലാം ഉള്ള കുടുംബം, പക്ഷേ അവരുടെ വീട്ടിലെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ദിവസമാണെങ്കിൽ പോലും ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. കാരണം ചിലപ്പോൾ മദ്യപനായ ഒരാളാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ മദ്യപനല്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഈ രീതിയിലുള്ള സ്വഭാവ വൈകൃതങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ജീവിച്ച് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ചിലവർക്ക് ആവശ്യം ഭാര്യ എന്ന് പറഞ്ഞാൽ വെറും ഒരു അടിമ, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ശമ്പളം കൊടുക്കാതെ ഒരു വീട്ടുജോലിക്കാരി, അതുമല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സ്ത്രീ, ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ തനിക്ക് 2 മക്കളെ പ്രസവിച്ച് തരാൻ ഒരു ഉപകരണം, ഇങ്ങനെ മാത്രം ചിന്തിക്കുന്ന ഭർത്താക്കന്മാരുണ്ട് കേട്ടോ. അപ്പോൾ അവരെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്, അല്ലാത്ത രീതിയിലുള്ള ഭർത്താക്കന്മാരെ കുറിച്ചല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ് അവർക്ക്, ഇങ്ങനെ അവനവൻ്റെ കാര്യങ്ങളെല്ലാം നടന്നു പോകാനുള്ള ഒരു വസ്തു, അത്രയേ ഉള്ളൂ. ഒരു മെഷീൻ കണക്ക് ഒരു ജീവിതം അല്ലെങ്കിൽ ചിന്തയും മനസ്സും അല്ലെങ്കിൽ സ്നേഹവും കരുതലും അല്ലെങ്കിൽ എന്താ പറയുക ദുഃഖവും സന്തോഷവും ഒന്നുമില്ലാതെ ഇതിങ്ങനെ സമയാസമയങ്ങളിൽ ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്ന ഒരേ ഒരു ഉപകരണമാണ് ഭാര്യ എന്നാണ് അവരുടെയൊക്കെ ചിന്ത. അപ്പോൾ ഇത് ആ ഭാര്യയ്ക്ക് ഒരു അസുഖം വന്ന് ഒരു മിനിറ്റ് കിടക്കാൻ പോലും സമ്മതിക്കാത്ത ഭർത്താക്കന്മാരുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭർത്താവിൻ്റെ അമ്മയൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ അമ്മ എന്ത് പറയാറിയോ, കുട്ടി കിടക്കുന്നത് അവന് വിഷമാ, കുട്ടി കടന്നു കഴിഞ്ഞാൽ അവന് പേടിയാ, അപ്പം അതുകൊണ്ട് കുട്ടി കിടക്കണ്ട, അവന് പേടിച്ചിട്ടാ ചീത്ത പറയണത്, അല്ലാണ്ട് ദേഷ്യം കൊണ്ടല്ല എന്ന് പറയും. അപ്പോൾ അവിടെ അമ്മയുടെ കാര്യം കഴിഞ്ഞു. പക്ഷെ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഒന്ന് തലവേദനയായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖമായിട്ടോ കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അനുഭവിക്കുന്നവർക്ക് അറിയാമല്ലോ, എന്തെങ്കിലും വേദനകളും വിഷമങ്ങളായിട്ട് നമുക്ക് ഒത്തിരി കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ അവസ്ഥയൊക്കെ ആരോടാ പറയുക. അങ്ങനെ ആയിക്കഴിഞ്ഞ് കിടക്കുമ്പോൾ വന്ന് ചീത്ത പറയുക, നീ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്ന് പറയുക, പിന്നെ മക്കൾക്ക് അത് ഉണ്ടാക്കി കൊടുത്തില്ല അല്ലെങ്കിൽ ഉണ്ടാക്കിയത് പോരാന്ന് പറയുക, മക്കളുടെ ഇഷ്ടാനിഷ്ടങ്ങളനുസരിച്ച് ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുക, എത്ര വയ്യാന്നുണ്ടെങ്കിലും ഈ ഭക്ഷണം അത് തയ്യാറാക്കി കൊടുക്കുക തന്നെ വേണം, ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം അനുസരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ പച്ചക്കറികളെല്ലാം കഴിക്കുന്ന വ്യക്തികളായിരിക്കണം എന്നില്ല മക്കൾ, ചിലവർക്ക് ചില പച്ചക്കറികളെ ഇഷ്ടമുണ്ടാവുള്ളൂ, ചിലവർ പച്ചക്കറികൾ തൊടുകയില്ല. അപ്പോൾ അസുഖമായിട്ട് കിടക്കുന്ന അമ്മ എന്ത് ചിന്തിക്കും, ഇന്ന് ഇങ്ങനെ പോട്ടെ വെച്ചിട്ട് ഒരു ചോറും കൂട്ടാനും ഉപ്പേരിയൊക്കെ വയ്ക്കും, അച്ചാറും പപ്പടമൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ചാലും ആ മക്കൾ ഊണ് കഴിക്കുമ്പോൾ ഉപ്പേരി എടുക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അച്ഛൻ പറയും, ഒരു മുട്ട ഉണ്ടാക്കി കൊടുത്തൂടെ കുട്ടിക്ക്, കുട്ടി ഭക്ഷണം കഴിച്ചോട്ടെ, ഒരു മുട്ട ഉണ്ടാക്കി കൊടുത്തൂടെ, മുട്ട ഉണ്ടാക്കി കൊടുക്കൂ എന്ന് പറയും. അപ്പോൾ വയ്യ എന്ന് ഇങ്ങനെയല്ല അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കാം എൻ്റെ കുട്ടിക്ക്. അപ്പോൾ സ്വാഭാവികമായും ആ അമ്മ എന്ത് ചെയ്യും, എത്ര വയ്യെങ്കിലും എഴുന്നേറ്റ് വന്നിട്ട് ചെയ്തു കൊടുക്കും അല്ലേ. അതുപോലെ ആ അമ്മയ്ക്ക് അതേ പറഞ്ഞ അസുഖമായിട്ട് കിടക്കാൻ പോലും ഒരു എന്താ പറയുക ഒരു സ്വൈരം കൊടുക്കാത്ത അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഹേങ്ങിയും വെരിഞ്ഞും കാര്യങ്ങൾ ചെയ്യും. അങ്ങനെയുള്ള വീടുകളിലാച്ച രാത്രിയായാലും പണി കഴിയില്ല, രാവിലെ ആയാലും പണി കഴിയില്ല. ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ പറയും വേണ്ട, രാവിലെ ഇതെല്ലാം കഴിച്ചു വെച്ചിട്ട് വേണം ജോലിക്ക് പോകാനായിട്ട്. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാലും റെസ്റ്റ് എടുക്കാൻ പറ്റുമോ, പറ്റില്ല. അപ്പോൾ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണ്ടേ. ഓരോരുത്തർക്കും ഓരോ ഉച്ചയ്ക്ക് മാത്രം ഭക്ഷണം കഴിക്കുന്നവരാണ്, ചോറുണ്ണുന്നവരാണെന്ന് വെച്ചാൽ രാത്രി വേറെ പലഹാരങ്ങൾ ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഇതെല്ലാം ഈ അമ്മയുടെ തലയിലാണ്. കാരണം രാവിലെ എന്തുണ്ടാക്കണം പലഹാരം എന്ന് ചിന്തിച്ച് കൂട്ടേണ്ടതും അമ്മയുടെ ചുമതലയാണ്. ഉച്ചയ്ക്ക് എന്താ ചോറും കറി ഉപ്പേരി വേണ്ടെന്നുള്ളത് ചിന്തിക്കുന്നതും അമ്മയുടെ തലയിലാണ്. രാത്രി എന്ത് ഭക്ഷണം വേണമെന്നുള്ളതും അമ്മയ്ക്കാണ്. ഒന്നിനും ആരുടെടുത്തുനിന്നും ഒരു സഹായമോ അല്ലെങ്കിൽ ഒരു പിന്തുണയോ അല്ലെങ്കിൽ വേണ്ട ഞങ്ങൾ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം, അന്നിങ്ങനെ മതി, ഇന്ന് ചോറ് ഉണ്ണാം എന്നുള്ളൊരു വാക്കോ ഒരാളുടെ അടുത്തുനിന്നും വരില്ല. അത് മക്കളുടെ അടുത്ത് നിന്നായിക്കോട്ടെ ഭർത്താവിൻ്റെ അടുത്ത് നിന്നായിക്കോട്ടെ കേട്ടോ. അപ്പോൾ ഭർത്താവിനൊരു ചിന്ത ഉണ്ട്, എനിക്ക് മക്കളെ പ്രസവിച്ച് തരുന്ന ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു മെഷീനാണ് ഭാര്യ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യയുടെ ഉത്തരവാദിത്തം അവിടെ കഴിഞ്ഞു. പിന്നെ മക്കൾ എൻ്റെ മാത്രമാണ് എന്ന് ചിന്തിച്ചിട്ട് ആ മക്കളുടെ മുമ്പിലിട്ട് അമ്മേനിട്ട് അവഹേളിക്കുന്ന പോലെ സംസാരിക്കുക, അമ്മ ഒന്നും അല്ലാത്ത രീതിയിൽ പെരുമാറുക, പറയുക. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് കുട്ടികൾ പലരും ഞാൻ പല വീടുകളിലും കണ്ടൊരു കാര്യമാണ്. ഇത് അമ്മ എന്തെങ്കിലും കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അതിങ്ങനെയല്ല, അത് ഇങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്താ പറയാത്ര അധികാരം? ഇത് അമ്മയുടെ വീടൊന്നുമല്ലല്ലോ, ഇത് അച്ഛൻ ഉണ്ടാക്കിയ വീടല്ലേ, അച്ഛന് കുഴപ്പമില്ല എന്ന് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ എന്താ അമ്മയ്ക്ക് ബുദ്ധിമുട്ട് എന്ന് പറയും. അപ്പോൾ അങ്ങനെയുണ്ട് ഇന്നത്തെ നമ്മൾ കാണുന്ന നമ്മുടെ കാഴ്ചയിൽ കാണുന്ന ഒരു അനുഭവങ്ങളാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ.
പിന്നെ അതുപോലെ തന്നെ ഭാര്യയ്ക്കൊരു സർജറി കഴിഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞാൽ ഡോക്ടർമാർ റെസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പറയും, ഡോക്ടർമാർക്ക് അതൊക്കെ പറയലേ ഉള്ളൂ, അവർ റെസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, അതൊന്നും കുഴപ്പമില്ല, മെല്ലെ മെല്ലെ നിന്നിട്ട് പണികൾ ചെയ്താൽ മതി എന്ന് പറയുന്ന ഭർത്താക്കന്മാരും ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ മറ്റ് പലരും കാണുന്നുണ്ട് അതേപോലത്തെ സർജറികൾ കഴിഞ്ഞവരേനെ 1-2 മാസം റെസ്റ്റ് എടുത്തു അല്ലെങ്കിൽ പണിക്കൊരാളെ വെച്ചു അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഭർത്താക്കന്മാരെ കണ്ടിട്ടുണ്ട്. ഭർത്താക്കന്മാർക്ക് സൗകര്യമില്ല അല്ലെങ്കിൽ നാട്ടിലില്ലാത്ത ഭർത്താക്കന്മാരാണെന്നുണ്ടെങ്കിൽ അവർ ഇനിയിപ്പോൾ പുറം നാട്ടിൽ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും അതനുസരിച്ച് വീട്ടിലെ ആൾക്കാരെ ആക്കി കൊടുത്ത്, ഒന്നുമില്ലെങ്കിൽ ഒരു ആളെ ആക്കി, നമ്മൾ പൈസ കൊടുത്താലും വേണ്ട ഒരാളെ ആക്കി കൊടുത്തിട്ട് തൻ്റെ ഭാര്യയുടെ ആരോഗ്യമാണ് തനിക്ക് പ്രധാനം എന്ന് ചിന്തിക്കുന്ന ഭർത്താവാണ് അങ്ങനെ ചെയ്യുള്ളൂ കേട്ടോ. അല്ല ഭാര്യ വെറും ഒരു ഉപകരണം എന്ന് ചിന്തിക്കുന്ന ഭർത്താവ് അത് ചെയ്യില്ല. അപ്പം എന്താ വെച്ചാൽ സർജറി കഴിഞ്ഞ് വന്നാലും വേണ്ടില്ല, ഭാര്യ അടുക്കളയെ കാരണം എനിക്കിഷ്ടമുള്ളത് ഉണ്ടാക്കി തരണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ചിട്ടകളുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചിട്ടയിൽ കൂടെ തന്നെ ഇവള് പോകണം എന്ന് ചിന്തിക്കുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ ഈ റെസ്റ്റ് എടുക്കാത്തത് കൊണ്ട് കാലക്രമേണ പ്രായം ചെല്ലുന്നതിന് മുൻപേ അവർക്ക് മറ്റ് പല കാര്യങ്ങളെ കൊണ്ടും ബുദ്ധിമുട്ടുകളാവുകയാണ്. അപ്പോൾ കാലുകൾക്ക് ബുദ്ധിമുട്ട്, കൈകൾക്ക് ബുദ്ധിമുട്ട്, ഒരുപാട് പേര് നമ്മൾ അങ്ങനെ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് ഭാര്യ എൻ്റെ ഭാര്യ എന്ന് ചിന്തിക്കുകയാണ്. ഞാൻ വിവാഹം ചെയ്ത് കൊണ്ടുവന്ന സ്ത്രീ എൻ്റെ ഭാര്യ, എൻ്റെ പാതിയാണ്, അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ അമ്മയാണ്, അവളും ഞാനും ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് കാര്യമുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഭർത്താവാച്ച എങ്ങനെ പെരുമാറില്ല. ഇത് ഭാര്യ വെറും ഒരു ഉപകരണം, മക്കളെ പ്രസവിച്ച് കഴിഞ്ഞു ഇനി അവളുടെ ആവശ്യമില്ല, മക്കൾ വളർന്നു അവർ തന്നെ വളർന്നോളും, ഞാൻ ഭക്ഷണം കൊടുത്താൽ മതി അവർ വളർന്നോളും എന്ന് ചിന്തിക്കുന്നവരാച്ച ഇങ്ങനെയൊക്കെ തന്നെയാണ് പെരുമാറുക. അപ്പോൾ പിന്നെ മാത്രമല്ല മനസ്സുകൊണ്ട് അവരെന്നെ തളർത്തുന്ന രീതിയിൽ നേരം കുറ്റപ്പെടുത്തി പറയുക, എന്തുണ്ടാക്കിയാലും കുറ്റം പറയുക, എന്ത് ഭക്ഷണം വെച്ചുകൊടുത്താലും കുറ്റം പറയുക, മറ്റുള്ളവരുടെ മുമ്പിലും കുറ്റം പറയുക. ഒരു പരിപാടിക്ക് നമ്മളൊരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ അവിടെ പോയി നിന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് എൻ്റെ ഭാര്യ ഒന്നിനും കൊള്ളാത്തവളാണ്, എൻ്റെ ഭാര്യ നന്നായിട്ട് ഭക്ഷണം പാചകം ചെയ്യില്ല, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് വൃത്തിയില്ല വെടുപ്പില്ല, അങ്ങനെയൊക്കെ പറയുന്നവർ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അല്ലേ. മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ആ ഭാര്യ എന്ത് ചിന്തിക്കിച്ച വേറെ പ്രശ്നങ്ങൾ വേണ്ട, ചിലപ്പോൾ ചിരിച്ചു കൊണ്ട് നിൽക്കും, ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കും, അതിനൊന്നും മറുപടി പറയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പ്രതികരിച്ചുകൂടെ ചോദിക്കും. അങ്ങനെ പ്രതികരിക്കുന്നവരുണ്ടായിരിക്കാം, പ്രതികരിക്കാത്ത ഒരുപാട് പേരും അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമാണത്. പ്രതികരിക്കാത്തത് അവർക്ക് പ്രതികരിക്കാൻ അറിയാതെ അല്ല, പ്രതികരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകണം, അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും ജീവിക്കാനായിട്ട് പോകണം, പിന്നെ അവരുടെ കൂട്ടത്തിൽ ജീവിക്കാൻ പറ്റില്ല. ഇനി അഥവാ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ആയിരിക്കില്ല ഉപദ്രവം, ശരിക്കും ശാരീരികമായ പീഡനം തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇടിക്കുക കുത്തുക എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പീഡനങ്ങൾ ഉണ്ടാവും. ഇതെല്ലാം ഇത്രയൊക്കെ സഹിച്ചിട്ട് കൂടെ നിൽക്കണോ ചോദിക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷേ ആ സ്ത്രീ അത്രമേൽ തൻ്റെ ഭർത്താവ്, തൻ്റെ മക്കൾ, തൻ്റെ വീട് എന്ന് ചിന്തിച്ച് അതിനെ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അവരെ ഇട്ടിട്ട് പോവാത്തത് കേട്ടോ. അല്ലാതെ അവർക്ക് ഇട്ട് പോകാൻ അറിയാതെയല്ല. മാനസികമായ ഒരു അടുപ്പം, എന്തൊക്കെ അടിച്ചാലും ഇടിച്ചാലും അല്ലെങ്കിൽ എന്തൊക്കെ ഉപദ്രവിച്ചാലും ആ ഒരു സ്നേഹം, മാനസികമായി തോന്നുന്ന ഒരു സ്നേഹം ഉണ്ടല്ലോ അത്. പക്ഷേ ചിലപ്പോഴൊക്കെ തിരിച്ച് വെറുപ്പൊക്കെ തോന്നും, വെറുപ്പ് തോന്നായികൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആ തോന്നിക്കഴിഞ്ഞാലും ഒരു നിമിഷം ആ ഭർത്താവ് വരാൻ വൈകി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വരേണ്ട സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മളതിനെ ഒന്ന് വിളിക്കേണ്ട സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് പിടച്ചുകൊണ്ട് അന്വേഷിച്ച് അല്ലെങ്കിൽ വഴിക്കണ്ണായിട്ട് നോക്കിയിരിക്കുന്ന സ്ത്രീകളെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അങ്ങനെയുള്ള ഭാര്യമാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഭർത്താവ് വരാതെ ഭക്ഷണം കഴിക്കില്ല, അല്ലെങ്കിൽ ഭർത്താവിനെ ഒന്ന് വിളിച്ച് ഞാൻ ഭക്ഷണം കഴിക്കുകയാണ് നീ കഴിച്ചോ എന്ന് ഭർത്താവ് പറഞ്ഞിട്ട് കഴിക്കുന്ന അങ്ങനെയുള്ള സ്ത്രീകളെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഇതൊന്നും ഇല്ലാത്തവരുണ്ട് കേട്ടോ. ഭർത്താവ് വേണമെങ്കിൽ കഴിച്ചാൽ മതി, എനിക്ക് എൻ്റെ നേരത്തെ സമയമായ 9 മണിയായി രാവിലത്തെ ഞാൻ കഴിക്കും, 1 മണിയായി ഉച്ചക്കിലത്തെ കഴിക്കും എന്ന് ചിന്തിച്ച് അവനവൻ്റെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന സ്ത്രീകളുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ മനസ്സ് എന്നുണ്ടെങ്കിൽ തന്നെയാണ് ഇതൊക്കെ എന്തും സഹിച്ചു കൊണ്ട് നിൽക്കുന്നത്. മനസ്സ് എന്നുള്ളത് കൊണ്ടും മക്കൾ എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ഈ മക്കൾ ചിന്തിക്കണില്ല, അമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രമാത്രം കഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ഞങ്ങളെ ഓർത്തിട്ടാണ് അമ്മ ഇതെല്ലാം സഹിക്കുന്നത് എന്ന് മക്കൾ ചിന്തിക്കണില്ല. അപ്പോൾ ആ മക്കൾക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം അച്ഛൻ പറയുമ്പോൾ അച്ഛനോട് ഒരു പ്രാവശ്യമെങ്കിലും തിരിച്ച് പറയാം അല്ലേ, അച്ഛാ അമ്മ അങ്ങനെ പറയരുത്, അമ്മയല്ലേ ഇതെല്ലാം ഉണ്ടാക്കുന്നത്, നമുക്കിതെല്ലാം ചെയ്തു തരുന്നത് അമ്മയല്ലേ എന്ന് ഒരു ചോദ്യം ആ അച്ഛനോട് ആ മക്കൾ ചോദിക്കണില്ല. ആ മക്കൾ അങ്ങനെ ചോദിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ അച്ഛനും സ്വാഭാവികമായിട്ട് മുഴുവനായിട്ട് മാറിക്കൊള്ളണമെന്നില്ല, എന്നാലും ഒരു മാറ്റം കാണാം. മക്കൾ ചോദിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ അച്ഛനും കുറച്ചൊക്കെ ഒരു മാറ്റം കാണാം. പക്ഷേ ഈ മക്കൾ ചോദിക്കില്ല, കാരണം അച്ഛൻ്റെ അടുത്ത് നിന്ന് കിട്ടാനുള്ളത് അല്ലെങ്കിൽ അച്ഛൻ ചെയ്തു തരുന്ന കാര്യങ്ങൾ കുറഞ്ഞു പോയാലോ, ഞാനിത് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ എനിക്ക് ഈ കാര്യങ്ങൾ ചെയ്തു തന്നില്ലെങ്കിലോ എന്ന പേടിയാണ് ആ കുട്ടികൾക്ക് മനസ്സിലുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നവരുണ്ട്, ഇതുപോലെ അടിമകളെ പോലെ ജീവിക്കുന്നവരുണ്ട്, ഒരു ശമ്പളമില്ലാത്ത വേലക്കാരി എന്ന് പോലെ ജീവിക്കുന്നവരുണ്ട്,
നമ്മളൊരു 10 രൂപ അവരോട് കൈ നീട്ടി ചോദിക്കുമ്പോൾ അവർ നമ്മളോട് പറയും എന്താ അത് നാളല്ലേ തന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയല്ലേ എടുത്തത്, ഇനി ഇല്ലാച്ച പറ്റുക, അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രസ്സ് വാങ്ങിക്കാനാണ്, ഇന്നർ വാങ്ങിക്കാനാണ്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ജോലി ഇല്ലാത്തൊരു സ്ത്രീയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ പറയും നാളല്ലേ വാങ്ങിച്ചത്, പിന്നെ എന്താ എപ്പോഴും വാങ്ങിക്കുക ചോദിക്കും. ജോലിയുള്ള ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് ജോലിക്ക് പോയി തിരിച്ച് വന്ന് വീണ്ടും വീട്ടിലെ കാര്യങ്ങൾ നോക്കി അങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശമ്പളം വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ശമ്പളം ഭർത്താവിനെ ഏൽപ്പിക്കേണ്ട കടമ കൂടി ഉള്ള ഒരു സാഹചര്യം നിങ്ങൾ പലരുടെയും കണ്ടിട്ടുണ്ട് കേട്ടോ. കാരണം അതൊന്നൊരു 10 പൈസ പോലും ഈ സ്ത്രീക്ക് ചിലവാക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ ആ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ കയ്യിൽ കൊടുന്ന് കൊടുക്കുക. ഇന്നിപ്പോൾ പിന്നെ ബാങ്കിലേക്കാണല്ലോ അല്ലെ, അക്കൗണ്ടിലേക്കൊക്കെ നേരിട്ട് വരികയാണെന്നുണ്ടെങ്കിലും അതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചോട്ടോ, ഗൂഗിൾ പേ ചെയ്തോ എന്ന് പറയും. അങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര രൂപ നിൻ്റെ അക്കൗണ്ടിൽ ഇട്ടോ, കാരണം ബസ് ഫെയർ വേണ്ടേ, അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആവശ്യം വേണ്ടേ എന്ന് വെച്ചിട്ടോ ചിലപ്പോൾ ഒരു 500 1000 തന്നാലായി. അങ്ങനെയൊക്കെ ഒരുപാട് സഹിച്ചു കൊണ്ട് ജീവിച്ചു പോകുന്നവരുണ്ട്. അപ്പോൾ ചോദിക്കും ഇങ്ങനെയൊക്കെ സഹിച്ചിട്ട് ജീവിക്കണോ, ഇട്ടിട്ട് പൊക്കൂടെന്ന് ചോദിക്കും. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് മനസ്സ്, അല്ലെങ്കിൽ ജീവിതം, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ. അപ്പോൾ അതനുസരിച്ച് കൊണ്ടാണ് ഓരോരുത്തരും ജീവിച്ചു പോകുന്നത്. അപ്പോൾ ചിലർക്ക് ഈ മക്കളെ ഇട്ടിട്ട് പോയി, അല്ലെങ്കിൽ എന്താ വെച്ചാൽ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഭർത്താവിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാനസികമായിട്ട് ഭർത്താവിനോടും മക്കളോടുള്ള ഇഷ്ടം, അല്ലെങ്കിൽ വീട്ടിൽ പോയ വീട്ടിലത്തെ സാഹചര്യങ്ങൾ, ചിലപ്പോൾ അവരുടെ വീട്ടിൽ ജീവിക്കാൻ വേറെ മാർഗം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇപ്പോൾ സാമ്പത്തികം ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ സഹോദരന്മാരുടെ വിവാഹം കഴിഞ്ഞു, അച്ഛനും അമ്മയും ഇല്ലാതിരിക്കുക, അവരുടെ കാലം കഴിഞ്ഞു, ചിലപ്പോൾ അച്ഛനമ്മ ഉണ്ടായിട്ടും കാര്യമില്ല, ഉപദ്രവിക്കുന്ന അച്ഛനമ്മമാരുണ്ടാവും, വാക്ക് കൊണ്ട് ഉപദ്രവിക്കുന്ന അച്ഛനമ്മമാരുണ്ടാവും, അല്ലെങ്കിൽ സഹോദരന്മാരുടെ ഭാര്യമാർ ചിലപ്പോൾ നമ്മളോട് കൂടപ്പുറപ്പുകളെ പോലെ പെരുമാറുക, അല്ലെങ്കിൽ കൂട്ടുകാരികളെ പോലെ പെരുമാറാത്ത സഹോദര ഭാര്യമാരാണെന്നുണ്ടെങ്കിലും അവിടെ പോയ ദുരിതം തന്നെയായിരിക്കും ജീവിതം. അപ്പോൾ അതിനൊക്കെ ഭേദം ഇവിടെ എല്ലാം ചിന്തിക്കുന്നവരുണ്ടായിരിക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടുകാർക്ക് അല്ലെങ്കിൽ അയൽപ്പക്കക്കാർക്കായിരിക്കും ബുദ്ധിമുട്ട്, നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നതിന് അവർ ചിലവിന് തരുന്ന പോലെ ചോദ്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം പേടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ എത്രയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും പോകണമെന്ന് മനസ്സുകൊണ്ട് ചിന്തകളുണ്ടെങ്കിലും പിടിച്ചു നിൽക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഓരോരുത്തർക്കും ഉണ്ട്. അത് ആ അനുഭവങ്ങളിലൂടെ കടന്നു പോയവർക്കും അല്ലെങ്കിൽ പോകുന്നവർക്കും മാത്രമേ അറിയുള്ളൂ. പുറമേ നിന്ന് നോക്കുമ്പോൾ നല്ല സാമ്പത്തികമുണ്ട്, ജോലിയുണ്ട്, 2 കുട്ടികളാണ്, ഭർത്താവ് നല്ല സ്വഭാവം. ഭർത്താവാണെങ്കിലോ മറ്റുള്ളവരുടെ മുൻപിൽ എങ്ങനെ സംസാരിക്കുക വെച്ചാൽ അത്ര നല്ല രീതിയിൽ സംസാരിക്കുന്ന ഭർത്താവായിരിക്കും. ഒരാൾക്കും ഒരു കുറ്റം കണ്ടുപിടിക്കാനായിട്ട് കഴിയില്ല. അങ്ങനെ എത്രയോ പേരുടെ കാര്യങ്ങൾ നമ്മൾ കാണുന്നില്ലേ, ഭാര്യമാരെ കൊന്ന ഭർത്താക്കന്മാരെ കുറിച്ചിട്ട് കാണുന്നില്ലേ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഉപദ്രവം സഹിക്കാതെ മരിച്ചു പോകുന്നവരെ കുറിച്ച് കേട്ടിട്ടില്ലേ. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് തോന്നുന്നു ഇന്നത്തെ പെൺകുട്ടികൾ വിവാഹം എന്ന ഒരു കാര്യത്തിലേക്ക് കടക്കാൻ വൈകുന്നതും, അതുപോലെ വിവാഹം വേണ്ടെന്ന് ചടിക്കുന്നതും അല്ലേ. അവരവരുടെ സ്വാതന്ത്ര്യം വിടണ്ട എന്ന് വിചാരിച്ചിട്ട്, ഒന്ന് ശ്വാസം വിടണമെങ്കിൽ ഭർത്താവിൻ്റെ സമ്മതം വേണം, ഒരു ഫോണിൽ സംസാരിക്കണമെങ്കിൽ ഭർത്താവിൻ്റെ സമ്മതം വേണം, ഒരു ഡ്രസ്സ് നമ്മൾ എടുക്കണം എന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് എടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരാളോട് മിണ്ടണം എന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ സമ്മതം വേണം. ചിലപ്പോൾ നമ്മളോട് മിണ്ടാൻ അപ്പം സമ്മതം തന്നാലും മിണ്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വീട്ടിൽ വന്നിട്ടായിരിക്കും അതിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരിക്കുക. അങ്ങനെയും ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയി ജീവിച്ച് തീർക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് കേട്ടോ. അപ്പോൾ ആ സ്ത്രീകളുടെ അവരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ടിത് പങ്കുവച്ചത്. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.